ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റ വൈറ്റ് വാഷിന് പിന്നാലെ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യ 3 ഏകദിന പരമ്പരയ്ക്ക് ഇറങ്ങുകയാണ്. ടീം ഇന്ത്യ 30-ാം തീയതി ഉച്ചയ്ക്ക് 1:30 മത്സരം. വിശദമായിട്ട് തന്നെ നമുക്ക് വീഡിയോ നോക്കാം. അപ്പോൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തത്. ടെംബാവോമയ്ക്ക് കീഴിലിറങ്ങുന്ന ദക്ഷിണാഫ്രിക്കൻ സംഘത്തെ തോൽപ്പിക്കണമെങ്കിൽ ഇന്ത്യക്ക് ബാറ്റിങ്ങിനും ബൗളിങ്ങിനും ഒരുപോലെ കരുത്ത് തെളിയിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഓസ്ട്രേലിയക്കെതിരായി നടന്ന അവസാന ഏകദിന പരമ്പര കൈവിട്ട് പിന്നാലെയാണ് അടുത്ത കരുത്തരായി ദക്ഷിണാഫ്രിക്കയ്ക്ക് എതിരെ ഇറങ്ങുന്നത്. ടീമിനെ സംബന്ധിച്ചോളം ചില താരങ്ങൾക്ക് ജീവൻ മരണ പോരാട്ടമാണ്. മികച്ച പ്രകടനം കാഴ്ചവെച്ചില്ലെങ്കിൽ അവർക്ക് ടീമിലെ സ്ഥാനം തന്നെ ചോദ്യചിഹ്നം ആയി തുടരും. പ്രത്യേകിച്ച് കോഹ്ലി, രോഹിത് ശർമ്മ. കരിയറിൻ്റെ അവസാന കാലത്തേക്ക് അടുക്കുന്ന ഇരുവർക്കും 2027 ലോകകപ്പ് കളിക്കണമെങ്കിൽ ഇനിയുള്ള കളികളിൽ മികച്ച പ്രകടനം അത്യാവശ്യമാണ്. ഇവരെ കൂടാതെ ആരൊക്കെയാണ് ഈ കളി നിർണായകം എന്ന് നോക്കാം. അതിലൊരു താരം നിതീഷ് കുമാർ റെഡ്ഡിയാണ്. കഴിഞ്ഞ ടെസ്റ്റ് പരമ്പരയിൽ തീർത്തും നിറമങ്ങിയ നിതീഷ് കുമാർ റെഡ്ഡിക്ക് ഈ പരമ്പര അതീവ നിർണായകമായിരിക്കും. സമാപിച്ച ടെസ്റ്റ് പരമ്പരയിൽ അദ്ദേഹത്തിന് ബാറ്റിങ്ങും ബോളിങ്ങും ഒരുപോലെ നിറമങ്ങിയിരുന്നു. ഇതോടെ ടെസ്റ്റ് ടീമിൽ അദ്ദേഹത്തിന് സ്ഥാനം വരെ തെറിക്കാവുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ പരമ്പരയിൽ നിതീഷ് കുമാറിന്റെ വിമർശകരുടെ വാഴ അടയ്ക്കാൻ തിരിച്ചു വന്നേ തീരുള്ളൂ. രണ്ടാമത്തെ താരം ഇന്ത്യയുടെ ഇപ്പോഴത്തെ വൈസ് ക്യാപ്റ്റൻ ഋഷഭ് പന്താണ്. ഏറെ കാലത്തിന് ശേഷമാണ് പന്ത് ഏകദിന ടീമിലേക്ക് തിരിച്ചു വരുന്നത്. ഏകദിന ഫോർമാറ്റിലും T20 ഫോർമാറ്റിലും ഫോം കാരണം ഏറെ കാലമായി ഈ രണ്ട് ഫോർമാറ്റിൽ നിന്ന് അദ്ദേഹം വിട്ടു നിൽക്കുകയായിരുന്നു. തിരിച്ചു വന്നിരിക്കുകയാണ് ടീമിൽ. പരിക്കിന് ശേഷം ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് പരമ്പരയിൽ തിരിച്ചു വന്നെങ്കിലും ബാറ്റിങ്ങിൽ പരാജയമായി മാറിയായിരുന്നു. കഴിഞ്ഞ 4 പരമ്പരയിലും അദ്ദേഹം മെന്റൽ ക്യാപ്റ്റനായിട്ടും അദ്ദേഹം ബാറ്റിങ്ങിനും ബോളിങ്ങിനും ക്യാപ്റ്റൻസിലും തികഞ്ഞ പരാജയമായിരുന്നു. ഏകദിനത്തിൽ അദ്ദേഹത്തിന് തിരിച്ചുവരവ് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തേ തീരൂ. പന്തിന് വളരെ നിർണായകമാണ് ഈ പരമ്പര. ഇനി മറ്റൊരു താരം ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയ്ക്കാണ്. കഴിഞ്ഞ ഓസ്ട്രേലിയൻ പര്യടനത്തിന് അദ്ദേഹത്തെ പരീക്ഷിച്ചിരുന്നില്ല. പരമ്പരയിൽ അദ്ദേഹത്തിന് പലതും തെളിയിക്കാനുണ്ട്. പ്രത്യേകിച്ച് ഓൾറൗണ്ടർമാരുടെ ഒരു കുത്തൊഴുക്കാണ് ടീമിലേക്ക്. അക്ഷർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ, നിതീഷ് കുമാർ റെഡ്ഡി, നിതീഷ് റാണ, വെങ്കടേഷ് അയ്യർ എന്നിങ്ങനെ ഒട്ടേറെ ഓൾറൗണ്ടർമാർ ടീമിന് പുറത്തും അകത്തുമായി നിലനിൽക്കുന്നുണ്ട്. ഇവരൊക്കെ നിൽക്കുമ്പോൾ സർ രവീന്ദ്ര ജഡേജയ്ക്ക് ഇന്ത്യൻ ടീമിന് വേണ്ടി മിന്നിച്ച് സാധിക്കൂ. 4-ാമത്തെ താരം ബോളറായി പൃഥ്വി കൃഷ്ണയാണ്. ബുംറയും സിറാജും ഒന്നും ടീമിലില്ല. അക്ഷരേവും പൃഥ്വികൃഷ്ണനും നിതീഷ് റാണയുമാണ് ഫാസ്റ്റ് ബോളർ. ഹർഷിത് റാണ. പൃഥ്വികൃഷ്ണയ്ക്ക് പല കാര്യങ്ങളും തെളിയിച്ചാലേ ടീമിൽ സ്ഥാനം നിലനിർത്താൻ സാധിക്കൂ. അപ്പോൾ ഇത്രയാണ് ഈ ക്രിക്കറ്റ് വാർത്തകളുള്ളത്. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ കായിക വാർത്തകൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും.